കണ്ടു. അത്യാവശ്യം നല്ല പടമായിട്ട് എനിക്ക് തോന്നി. പ്രേക്ഷകരുടെ അടുത്ത് എന്ത് ജോണർ സബ്ജക്റ്റ് ആണ് പറയാനുള്ളത്? ജോണർ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ആൻഡപ്പന്റെ അത്ഭുത പ്രവൃത്തികൾ എന്ന് പറഞ്ഞ സിനിമയില് യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്, ആർട്ടിസ്റ്റുകളാണ്. ശിഷ്യന്മാരിൽ ഒരാളായിട്ട് ഞാനും ഉണ്ട്, സുനീഷുണ്ട്, ഫാദറായിട്ട് രാകേഷ് ഉണ്ട്, ഇങ്ങനെ അഭിനയിച്ചിരിക്കുന്നതാണ്. ഈ സിനിമയ്ക്കകത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എല്ലാ മേഖലയിലുമുള്ള തിന്മകളെ, നന്മകളും തിന്മകളും ഉണ്ട്. അതിൽ ചിലയിടങ്ങളിലുള്ള ചില പ്രവണതകളെ അതിന്റെ ആവശ്യമില്ല എന്ന് അങ്ങനെ പറയാം പച്ച മലയാളത്തിൽ, അല്ലെങ്കിൽ അത് ശുദ്ധമായിട്ട് പറയും. അത് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്നൊരു ശരിക്കും ഉണ്ടാകാൻ ബൈബിളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ? ബൈബിളിൽ ഇങ്ങനെയൊക്കെ അങ്ങനെ ബൈബിളിൽ ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത് ഇപ്പൊ ഞാൻ ബൈബിൾ വായിക്കാത്ത ഒരാളാണ്. പക്ഷെ എന്തായാലും അതിനകത്ത് എന്തെങ്കിലും അറിവുള്ളവർ തന്നെയാണല്ലോ അതിനകത്ത് പക്ഷെ അങ്ങനെ ഒന്നുമല്ല. ബൈബിളിനെ അതിനകത്ത് വിമർശിക്കുന്നില്ല ഒരിക്കലും. ബൈബിളിനകത്ത് വിമർശിക്കുന്നില്ല. അതിനകത്ത് ഈ ഒരു കാലഘട്ടത്തിൽ ക്രൈസ്റ്റ് പുനർജനിച്ചാൽ ഉണ്ടാകുന്ന ആ ഒരു സംഭവമായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് സിനിമ പറയുന്നത്. പ്രേക്ഷകരുടെ അടുത്ത് ഏത് ജോണർ സബ്ജക്റ്റ് ആയിട്ട് പോകാനാ പറയുന്നത്? ഇത് ജനങ്ങൾക്ക് കുറച്ചുകൂടെ എന്താ പറയാ, കുറച്ചുകൂടെ ബുദ്ധിയെ ഉണർത്താൻ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ചില പ്രവണതകളുണ്ടെങ്കിൽ അതിനൊന്ന് മാറ്റാനായിട്ട് അവർക്ക് സ്വയം തോന്നുന്ന ഒരു മെസ്സേജ് ആയിരിക്കും ഈ സിനിമ. എല്ലാവരും കാണുന്നു കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അങ്ങനെയുള്ളവരുണ്ടെന്നുള്ളത് തന്നെയാണല്ലോ യാഥാർത്ഥ്യവും. അതിനാണ് സത്യം. ഈ രാകേഷേട്ടൻ പിന്നെ പള്ളിയിലച്ഛൻ കണ്ടു സുനീഷ് അഭിനയിച്ചിട്ടുണ്ട്. ഓരോന്നിന്റെ ദേഹം ഈ പടത്തിന്റെ ഡിസൈനർ കൂടിയാണ് സുനീഷ്. ഇത് ശരിക്കും പടത്തിലെ ശിഷ്യന്മാരൊരാൾ സിനിമാറല്ല, അതൊരു ക്യാരക്ടർ പ്രൊഡ്യൂസറാണ്. മ്യൂസിക് ആദ്യത്തിന് മുമ്പത്തെ പടത്തിന്റെ പ്രൊഡ്യൂസർ കൂടെ. നന്നായിട്ട് എല്ലാവരും വന്ന് കാണുക, പടം വന്ന് കാണുക. എല്ലാവരും കണ്ടാലേ, അല്ലാതെ പുറത്തിരുന്ന് പറഞ്ഞ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. തിയേറ്ററിൽ വന്ന് പടം കാണും. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഗോപി സുന്ദറിന്റെ മ്യൂസിക് പൊളിയാണ്, ഒരു രക്ഷയില്ല. അത് ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് നമുക്ക് കോമഡി ഉണ്ട്, അത്യാവശ്യം ഡ്രാമ ഉണ്ട്, എല്ലാ സാധനം ഉണ്ട്. അത് ഫാന്റസി എന്ന് വേണമെങ്കിൽ പറയാം. അത് ഡിവൈൻ കോമഡി. അങ്ങനെ ഫസ്റ്റ് ടൈം മലയാളം സിനിമ ഡിവൈൻ കോമഡി എന്ന് പറയാം. പക്ഷെ ആരെയും ഇതിനകത്ത് വേദനിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊന്നും ചെയ്തില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തിയേറ്ററിൽ തന്നെ പടം വലിയൊരു വിജയമായി മാറട്ടെ. താങ്ക് യു.